കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സുന്നി സനദ് ദാന സമ്മേളനത്തിൽ സ്ത്രീകൾ പരസ്യമായി പുരുഷന്മാരിയ്ക്കുന്ന വേദിയിൽ പ്രഭാഷണം നടത്തുന്നതിന് നമ്മൾ കാണേണ്ടി വന്നോന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അവസ്ഥ എന്താന്നുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കടിഞ്ഞാണിൽ നിന്ന് അറ്റുപോകാനും അറുത്തുമാറ്റാനും ഇവർ ആഗ്രഹിച്ചത് വെറുതെയല്ല. ഇതുപോലുള്ള ചില ആശയങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ വർഷങ്ങളായി കുടിയിരുത്തി വെച്ചിട്ടുള്ള മാലിന്യങ്ങളെ പ്രസരിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ അത് സമസ്തയുടെ നിയന്ത്രണത്തിലാവുമ്പോൾ നടക്കൂല. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കടിഞ്ഞാൺ അറുത്തു മാറ്റാൻ വേണ്ട എല്ലാ തീരുപ്പും ഉണ്ടാക്കിയത്. നമ്മളിത് അന്നേ സംശയിച്ചതാണ്. എന്നിട്ട് കുറ്റം മുഴുവൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾക്ക്. അവര് പാവങ്ങള്, അവര് സാധുക്കള്, അവരെന്ത് കഴിച്ച് നേരെ പോകുന്നുള്ള നിലക്കല്ലേ അവര് വാട്സപ്പും സയ്യിദുൽ ഉലമ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോഴും മഹാനവറുകളുടെ കയ്യിൽ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഫോണില്ല. അദ്ദേഹത്തെക്കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ എഴുതുന്നോ പറയുന്നു. എന്തൊക്കെ തോന്നിവാസങ്ങളാണ്, ഏതൊക്കെ രൂപത്തിലാണ് ആ മഹാനായ സയ്യിദിന്റെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് കേരളത്തിൽ മുസ്ലിം നാമധാരികളെ അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ. അദ്ദേഹത്തിന്റെ മുഖത്ത് നിങ്ങൾ വല്ല വിഷമവും കണ്ടോ, വല്ല പ്രയാസവും കണ്ടോ? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അജ്മാൻ പ്രഭാഷണത്തിൽ ഒരു പരാമർശം നടത്തിയത് നമ്മളൊക്കെ കേട്ടു. വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ പ്രസംഗം നടത്തിയതെങ്കിലും ആ ഹൃദയത്തിന്റെ തീക്കനൽ അവിടെയുള്ള ഓരോ പ്രേക്ഷകരുടെയും കണ്ണുകൾ ഇറണണിച്ചു. ആ മനസ്സ് തേങ്ങിക്കൊണ്ടാണ് പ്രസംഗിച്ചത്. എന്നല്ലേ, ഞാനല്ലേ ഇപ്പൊ എല്ലാവർക്കും വിമർശിക്കാനുള്ളത്, എന്നല്ലേ പറയാനുള്ളത്, എല്ലാവർക്കും പറയാനുള്ളത് ജിഫിരി മുത്തുക്കോയ തങ്ങള്. നിങ്ങൾ പറയ്, ഈ സയ്യിദിന്റെ ഹൃദയം വേദനിപ്പിച്ചവർ, ഈ സയ്യിദിനെ ജനങ്ങളുടെ മുമ്പിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വ്യാജ ഐഡികളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പണിയെടുത്ത് പ്രവർത്തിക്കുന്നവർ, അവരെങ്ങനെ യഥാർത്ഥ ദീനിന്റെ വാഹകരാവും? അവർ എങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശത്തിന്റെ കീഴിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും? തലതെറിച്ചവർ എന്നും സമസ്തയുടെ ഈ തണലിൽ നിന്ന് അടർന്നു മാറിയിട്ടേ ഉള്ളൂ. ഗുരുത്തക്കേട് കളിച്ചവർ എന്നും സമസ്തയുടെ തണലിൽ നിന്ന് മാറിയിട്ടേ ഉള്ളൂ. അത് സമസ്തക്കാരുടെ കുഴപ്പമല്ല, അത് കളിച്ചവരുടെ കുഴപ്പമാണ്. അതിന് സമസ്ത പുറത്താക്കേണ്ട സംഘടനയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്ത് പോവുകയാണ്, അവനവൻ വഴുതി വീഴുന്നതാണ്. കയ്യിലിരിപ്പിന്റെ ഗുണാണത്. ഇതുപോലെ സമസ്തയുടെ നേതൃത്വത്തെ പരിഹസിക്കുക, അപഹസിക്കുക, ഈ രീതിയിലൊക്കെ പലതും ചെയ്യുക. ഇതിനൊക്കെ പ്രാപ്തരായ ആളുകളെ വളർത്തിയെടുക്കുക. ഇതൊക്കെ ഈ കടിഞ്ഞാണ് നഷ്ടപ്പെട്ടാൽ കയറ് പൊട്ടിയ, നൂല് പൊട്ടിയ പട്ടം പോലെയായി മാറും ഈ ഉമ്മത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും സമസ്തയെ അളക്കേണ്ടതില്ല. രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കേണ്ടത്, സമസ്തയെ നിങ്ങൾ വെറുതെ വിടുക, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അതിന്റെ വഴിക്ക് വിടുക. അതിന്റെ നേതാക്കൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് കൊമ്പ് കോർക്കാനില്ല, അവർക്കതിന് സാധ്യവുമല്ല. രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങളും രാഷ്ട്രീയക്കാരുടെ കുതികാലുവെട്ടും ഇതൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത നേതാക്കൾക്ക് വശമില്ല, അവർക്കതറിയുകയുമില്ല. അപ്പോൾ നിങ്ങൾ ആ കളി തുടർന്നാൽ നിങ്ങൾക്ക് ഈ പണ്ഡിത സമൂഹത്തെ പരാജയപ്പെടുത്താൻ സാധിച്ചേക്കാം. പക്ഷേ ഈ ഉമ്മത്തിന്റെ ആട്ടപാടലം പരാജയമായിരിക്കും അതോടുകൂടെ സംഭവിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ദീനീ സംഘടനയല്ലേ, ആദർശ പ്രസ്ഥാനമല്ലേ, അതിനെ അതിന്റെ വഴിയിലേക്ക് വിടണം, സ്വതന്ത്രമായി വിടണം. സമസ്ത മറ്റൊരാളുടെയും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വരുന്നില്ലല്ലോ. ഇവിടെ വഹാബികൾ എന്തെല്ലാം പുകിലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ശിർക്കാരോപണവും കുഫ്റാരോപണവും നടത്തി എന്തെല്ലാം മുസീബത്തുകളാണ് കേരളത്തിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും മുശ്രിക്കീങ്ങളാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പള്ളികൾ പിടിക്കാൻ വേണ്ടിയുള്ള അടിയും പിടിയും ഒക്കെ നടന്നില്ലേ? എന്നിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്താ, അവരൊക്കെ ഇവിടെ എത്ര വളർന്നാലും തളർന്നാലും ആർക്കൊന്നും ബാധിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്ത് വളർന്നാൽ, സമസ്ത വളർന്നാൽ ബിദ്അഈ ആശയക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്ന്
ആരുടെയൊക്കെയോ ചരട് വലികളിലൂടെ നടക്കുന്നതാണ് നിലവിൽ കാണുന്ന എല്ലാ കാഴ്ചകളും. ഇത് സുന്നി സമൂഹം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ.